ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഇന്നലെ ഒരു വിവാഹത്തോളം ബന്ധത്തിൽ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിരുന്നല്ലോ. ഞങ്ങൾക്ക് പാറ്റ്നയിൽ നിന്നും 180 കിലോമീറ്റർ ദൂരത്ത് ആ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ടിടയായി തീർന്നു. അനുഗ്രഹീതമായ വിധത്തിൽ ആ ശുശ്രൂഷകൾ നടന്നു. പ്രിയ മകളെയും മകനെയും അവരുടെ കുടുംബജീവിതത്തെയും പ്രാർത്ഥനയിൽ ഓർക്കണം. രാത്രി യാത്ര ചെയ്തു നേരം വെളുപ്പിനെയാണ് ഞങ്ങൾ ഭവനത്തിൽ എത്തിച്ചേർന്നത്. നിങ്ങളും പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് കർത്തനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്നലെ നാം റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തോളം ബന്ധത്തിൽ ഇപ്രകാരം നാം ചിന്തിക്കുകയുണ്ടായല്ലോ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ബലഹീനതയുണ്ടെന്നും അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നുവെന്നും അതുമാത്രമല്ല നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയുന്നില്ല. നാം പലപ്പോഴും പ്രാർത്ഥനാവീരന്മാരായിട്ട് ചിലരെ ചിത്രീകരിക്കാറുണ്ടല്ലേ നമ്മളെ തന്നെ. എന്നാൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കാര്യവും നാം ഇന്നലെ ചിന്തിക്കുകയുണ്ടായല്ലോ. 27-ാം വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇവിടെ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട്. നമ്മൾ 26-ാം വാക്യത്തിൽ വായിച്ചത് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥന കഴിക്കുന്നു. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനയും ആത്മാവിന്റെ പ്രാർത്ഥനയും നമ്മുടെ വ്യത്യാസം അതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ദൈവത്തിന് ഹിതകരമായ കാര്യം എന്താണോ അതനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ ഒരു പേഴ്സണൽ അജണ്ടയില്ല, വ്യക്തിപരമായ ഒരു കാര്യങ്ങളില്ല. ദൈവഹിതം എന്താണോ അത് മാത്രം നിറവേറണം. അപ്പോൾ നാം ഇവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ദൈവഹിതപ്രകാരമാണ്. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തത് എന്താണ്? നാം വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നു, കാരണം അത് ദൈവഹിത പ്രകാരമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കാര്യം, ഇത് രണ്ടും ഒന്നാണോ? നമുക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവഹിത പ്രകാരം മാത്രമാണ് പക്ഷപാതം ചെയ്യുന്നത്. ആ പ്രാർത്ഥനയ്ക്കാണ് ദൈവം നമുക്കുത്തരം നൽകുന്നത്. നാമും പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സഹായം ചെയ്യുന്നു എന്നാണല്ലോ നാം 26-ാം വാക്യത്തിൽ വായിച്ചത്. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, നാം എങ്ങനെയെല്ലാം വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാലും അത് ദൈവത്തിന്റെ ഹിതപ്രകാരമാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. എന്നിട്ട് പറയുകയാണ്, ആത്മാവിന്റെ ചിന്ത എന്നതെന്ന്, അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുമ്പോഴുള്ള ചിന്ത എന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനറിയാം നാം പ്രാർത്ഥിക്കുന്നത് ഏതു വിധത്തിലാണ്. അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതു വിധത്തിലാണെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. പലപ്പോഴും നാം നമ്മളെ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. എന്റെ ഹൃദയം ദൈവം അറിയുന്നു, എന്റെ പ്രാർത്ഥന ദൈവം അറിയുന്നു. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? നാം പ്രാർത്ഥിക്കുന്നത് സത്യമാണ്.
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവികത പ്രകാരമാണ് പക്ഷപാതം ചെയ്യുന്നത്. ഈ ആത്മാവിന്റെ ചിന്ത നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ വിധത്തിലാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെ പറ്റിയുള്ള നമ്മുടെ ചിന്ത ഒന്നുകൂടി ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ എനിക്ക് വളരെ ഹൃദയവേദനയുണ്ട്. പ്രാർത്ഥനയിൽ വളരെ കുറച്ചു സമയം ചെലവഴിക്കുന്നയാളാണ് ഞാൻ. നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ വ്യക്തിപരമായി ഇരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാൽ പലപ്പോഴും സാധിക്കുന്നില്ല. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി എന്ന് മനസ്സിലാക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവം ഉത്തരം നൽകിയുള്ളൂ. അങ്ങനെയുള്ള ഉത്തരം ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും, സ്വർഗമാനന്ദിക്കുവാനായിട്ടിടയായി തീരും. ഓരോ ദൈവമക്കളും ഈ വിധത്തിൽ പ്രാർത്ഥനയൊന്ന് പുനഃപരിശോധിക്കുവാൻ, ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ നമ്മുടെ പ്രാർത്ഥന അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന അറിയുന്നു മനസ്സിലാക്കി നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും ഈ നല്ല കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ കടന്നു വരിക, പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കുക. കേൾവിക്കാരായ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധനും സുത്തരമായ ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഒരു ദിവസം നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ സഹായിക്കണമേ. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.